ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നിവിടെ വീഡിയോയിൽ കാണിക്കുന്നത് സ്കൂളിലേക്കും ഓഫീസിലേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ 4 വിധം റൈസാണ്. അടിപൊളി നല്ല ടേസ്റ്റോട് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ 4 റൈസിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓഫീസിലേക്കോ സ്കൂളിലേക്കോ അതുകൂടാതെ ബാച്ചിലേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ലഞ്ച് ബോക്സിന് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. 4 വിധം റൈസാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ അതിനായിട്ട് ബസ്മതി റൈസാണ് ഇവിടെ എടുത്തത്. ബസ്മതി റൈസ് നന്നായിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കണം. അതിനായി ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് റൈസ് ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം പട്ട, ഒരു 4-5 കറാമ്പൂവ്, പിന്നെ ഏലക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് റൈസ്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇടണം. റൈസ് നന്നായിട്ട് ഒന്ന് വെന്ത് വരണം. അതിനായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക. കുറച്ച് വെള്ളത്തിലൊന്ന് മുന്നിട്ട് നിൽക്കണം ഉപ്പ്. അപ്പോഴേ നമ്മളെ റൈസിൽ ഉപ്പ് പിടിക്കുള്ളൂ. പിന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഒരു സ്പൂണ് നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കുക. അപ്പോൾ വെന്ത് വരുമ്പോൾ നമുക്ക് പിന്നെയും കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് വേവിക്കാൻ നോക്കുക. പക്ഷേ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റൈസ് അലിഞ്ഞു പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒറ്റ റൈസ് ആവണം. ഒരുവിധം നന്നായി വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഈ വെള്ളമൊക്കെ ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ റൈസ് കൊണ്ട് തന്നെ 4 തരം റൈസാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത റൈസ് ഒന്ന് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്ന ഉലർന്ന ചോറാണ് ഇവിടെ കിട്ടിയത്. ഇനി ആദ്യത്തെ റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൽ പാന് വെച്ച് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു സ്പൂണ് വെളുത്തുള്ളിയാണ് ഇവിടെ ഇട്ട് കൊടുത്തത്. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഓയിലിൽ കിടത്തിയിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അപ്പോഴേക്കും നമുക്ക് ഒരു 1/2 കപ്പ് സവാളയാണ് ഇവിടെ എടുത്തത്. ഞാൻ ഈ 4 റൈസിനെയും കൂടി ഒന്നിച്ചാണ് എല്ലാ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുത്തത്. അപ്പോൾ ഞാൻ 1/2 കപ്പോളം സവാള എടുത്തിട്ട് ഇതിലേക്ക് ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ബ്രൗൺ നിറമൊന്നും ആവണ്ട, പക്ഷെ നന്നായിട്ട് ആ പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ ഒന്ന് ആ ഓയിലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇത് ക്യാരറ്റ് എഗ് റൈസാണ്. അപ്പം നമുക്കിതിലേക്ക് നല്ലവണ്ണം ക്യാരറ്റ് വേണം. 1 കപ്പോളം ക്യാരറ്റ്, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് എടുത്തത്. 1 കപ്പോളം ക്യാരറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് ഇടണം. അപ്പോൾ മുളക് ആവശ്യം എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണേൽ ഉപയോഗിക്കാം. മക്കൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കുറയ്ക്കാം. അപ്പം ഞാനിവിടെ ഒരു 2 പച്ചമുളകൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 മുളകൊക്കെ ഇടാം കേട്ടോ. കുറച്ച് നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, വെജിറ്റബിൾസിലൊക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഇട്ടിട്ട് സൈഡിലേക്ക് നീക്കി വെച്ച് ഇതുപോലെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വേണം മുട്ട പൊട്ടിച്ചൊഴിക്കാൻ. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൊടി, ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ കോഴിമുട്ട ഒന്ന് നന്നായി ചിക്കിയെടുക്കണം. നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പാത്രത്തിൽ വെച്ച് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി ഫുള്ള് വേറെ തന്നെ പാത്രത്തിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് വെച്ചാലും മതി. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ പാനിലേക്ക് സൈഡിലേക്ക് പൊട്ടിച്ചൊഴിച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് റൈസാണ് വേണ്ടത്. ഞാനൊരു 2 കപ്പോളം റൈസ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല വേവിച്ച റൈസാണ്. ഇതിൽ നല്ല ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസിൽ ഉപ്പ് നോക്കിയിട്ടിടണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി കുറച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ മല്ലിയിലയും പുതിനയിലയും, നന്നായി മല്ലിയില വേണം കേട്ടോ. മല്ലിയിലയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇവിടെ മക്കൾക്ക് മല്ലിയില കുറച്ചായതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ മല്ലിയില. അപ്പോൾ നന്നായി മല്ലിയില ഇടുക. മല്ലിയില ഇട്ടിട്ട് ഓഫ് ചെയ്തിടുക. അപ്പോൾ നമ്മളെ ക്യാരറ്റ് എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിലൊരു സാലഡോ ഒരു അച്ചാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ റൈസ് കഴിക്കുക. ഒരു സൈഡായിട്ട് കറി ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മക്കൾക്ക് ടിഫിനാക്കി കൊടുക്കാൻ നല്ലൊരു റൈസാണിത്. ഇനി നമുക്ക് അടുത്ത റൈസിലേക്ക് പോവാം.
അതിനായിട്ട് ആ പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഞാൻ 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് മുഴുവനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ കറാമ്പൂ, കറാമ്പട്ട, ഏലക്ക ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നന്നായി ചൂടാക്കി വരുമ്പോൾ ഒരു അര കപ്പ് സവാള ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒരു ടിഫിനിലേക്കുള്ള റൈസേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് സാധനം നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റൈസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവിൻ്റെ ആവശ്യത്തിന് പച്ചമുളക്, ഇതിലേക്ക് പച്ചമുളകും കുരുമുളകും ഇടുന്നത് നമുക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളക് ഇടണം കേട്ടോ. നന്നായി പച്ചമുളക് ഇടണം. പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അടുത്തത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് അതും ഇട്ട്, പിന്നെ മല്ലിയില, നന്നായി മല്ലിയില ഇതിലേക്ക് ഇടണം. ഈ റൈസ് വൈറ്റ് കളറിലാണ് കാണുക. അപ്പോൾ വൈറ്റും ഗ്രീനും കൂടി നല്ല രസം ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഇത്. അപ്പോൾ മക്കൾക്കൊക്കെ ആണെങ്കിൽ ഈ നല്ല ഇഷ്ടമുള്ള റൈസായിരിക്കും ഇത്. അപ്പോൾ നന്നായിട്ട് മല്ലിയിലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ നമുക്ക് വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു അരക്കപ്പ് ബീൻസ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അരക്കപ്പ് സ്ക്വയറിൽ കട്ട് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാബേജ്, നിങ്ങൾ ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ പീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാത്തത്. ഗ്രീൻ പീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാവുന്ന വരെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഈ വെജിറ്റബിൾസിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാനാണ്. നന്നായി ഒന്ന് ഈ ഉപ്പ് എല്ലാ സ്ഥലത്തും എത്തുന്ന വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് 2 കപ്പ് ഇതുപോലെ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് നെയ്യ് ഒഴിക്കാം, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു സ്പൂണ് നിങ്ങൾ നാരങ്ങാനീരും കൂടി ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ നാരങ്ങാനീര്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ മല്ലിയില, പിന്നെ ഞാൻ പറഞ്ഞ പോലെ നെയ്യ്. ഈ നെയ്യിൻ്റെയും കൂടി ടേസ്റ്റ് ലാസ്റ്റ് ഒഴിക്കുമ്പോഴേ നെയ്യിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. നാരങ്ങാനീര് ഒഴിച്ചാലേ ഇതിനൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അധികം എണ്ണയൊന്നും ഇല്ലാതെ നല്ലൊരു റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെജിറ്റബിൾ റൈസാണ്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും ഇതുപോലെ ടേസ്റ്റാണ്. ഇതിന് ഇതുപോലെ സാലഡോ അച്ചാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മക്കൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയൊരു റൈസാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി നോക്കാം, നല്ല ടേസ്റ്റാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള റൈസാണ്. അപ്പോൾ നമുക്ക് ടിഫിനിലേക്ക് ആക്കിയെടുക്കാം. അടുത്ത റൈസ് പൊട്ടറ്റോ ചിക്കൻ റൈസാണ്. ചിക്കൻ പൊട്ടറ്റോ റൈസ് അടിപൊളി റൈസാണ്, നല്ല സ്പൈസി റൈസാണ്. അതിന് ഞാൻ ഒരു പൊട്ടറ്റോ എടുത്തിട്ട് നല്ല സ്ക്വയർ പീസാക്കി കട്ട് ചെയ്തിട്ട് ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഓയിലോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി, ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി, അര സ്പൂണ് ഗരം മസാല പൊടി, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആവുന്ന കുറച്ച് ഉപ്പും കൂടി ഇടാം കേട്ടോ. എന്നിട്ട് ഈ പൊട്ടറ്റോ നന്നായിട്ടൊന്ന് ഇതിൽ കിടന്ന് ഫ്രൈ ആയിട്ട് നല്ലോണം വെന്ത് വരണം. നല്ല നമ്മൾ ഉടച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൈ വെച്ച് ഉടയ്ക്കുമ്പോൾ നന്നായി ഉടഞ്ഞ് കിട്ടണം. അതാണ് പൊട്ടറ്റോൻ്റെ വേവ് നോക്കണം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് ചിക്കനും കൂടി ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി വേവിച്ച് വെച്ച ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി ഈ പൊട്ടറ്റോ ഒരു ഹാഫിൽ മേതെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഈ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് വെക്കണം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നന്നായി ഒന്ന് ഇത് രണ്ടും കൂടി മിക്സായിട്ട് നല്ല സ്പൈസി റൈസാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ പാൻ തന്നെ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ എന്ത് വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്ത് പിന്നെ ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഒരു അര കപ്പ് സവാള വലിയ ഉള്ളിയാണ് ഇട്ടത്, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും കൂടി ഇതിലേക്ക് ഇടുക. ഇത് നല്ല കുറച്ച് എരിവ് കൂടുതലായതുകൊണ്ട് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുളക് ഇടുക, അല്ല എരിവ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക. എന്നിട്ട് നന്നായി ഒന്ന്
ഇത് മൂന്നും കൂടി വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് ടൊമാറ്റോ ആണ് ഇടുന്നത്. ഒരു 1/2 കപ്പ് ടൊമാറ്റോ ഇടുന്നുണ്ട്. അപ്പം നല്ലൊരു പുളിയും ഒക്കെ ഉണ്ടാവാനാണ് ഇതിലേക്ക് ഇടുന്നത്. നല്ല ചെറുതാക്കി അരിഞ്ഞ് ടൊമാറ്റോയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഈ വെജിറ്റബിൾസിലെല്ലാം ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇടുന്ന പൊടി പിന്നെ ഒരു സ്പൂണ് ചിക്കൻ മസാലപ്പൊടിയാണ് ഇടുന്നത്. ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ പൊടീൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോയും ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടെടുത്ത് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ തക്കാളീൻ്റെയും ഈ ഉള്ളിയുടെയൊക്കെ നല്ല ടേസ്റ്റ് ഈ ചിക്കനിലേക്ക് പൊട്ടറ്റോയിലേക്ക് ഒന്ന് മിക്സ് ആവണം. അതുവരെ നമ്മൾ 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് നമുക്ക് റൈസാണ്. വേവിച്ച റൈസ് ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് ആദ്യം ഇട്ട് കൊടുത്ത റൈസ്, പിന്നെ ഒരു 1/2 കപ്പ്, അതായത് 3 കപ്പ്. ഞാനൊരു വലിയ ബൗളാണ് എടുക്കുന്നത്, 2 കപ്പ് കൊള്ളുന്ന ഒരു ബൗളാണ്. അപ്പോൾ 3 കപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളകും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് മല്ലിയില, പുതിനയില ഇത് രണ്ടും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായി മിക്സ് ചെയ്താൽ കളർ തന്നെ കണ്ടോ, നല്ല ഡാർക്ക് കളറാണ്. ഒരു കുറച്ച് സ്പൈസിയാണ് കേട്ടോ, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഓഫീസിലേക്കോ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഇതുപോലെ ഒരു സാലഡ് ഉണ്ടായാൽ മതി കഴിക്കാൻ വേണ്ടിയിട്ട്, കറിയൊന്നും ആവശ്യമില്ല. അപ്പം 3 റൈസ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഈ 3 റൈസ് റെഡി ആക്കി എടുക്കാൻ നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് അധികം ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല ഇതിലേക്ക്. ടിഫിൻ ബോക്സിലൊക്കെ ആണെങ്കിൽ കുട്ടികൾ ഉച്ചയ്ക്ക് ഇതെല്ലാം കഴിച്ചോളും. നല്ല എരിവും നല്ലൊരു പുളിയൊക്കെ ഉള്ള ഒരു റൈസാണ്. അത് കഴിഞ്ഞിട്ട് ഇനി 4ാമത്തെ റൈസാണ് ഉണ്ടാക്കുന്നത്. പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. പിന്നെ 1 കപ്പ്, അതിലേക്ക് 1 കപ്പ്, ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് ഇത് ഉണ്ടാക്കുന്നത്. 1 കപ്പ് സവാള ഞാൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് വഴറ്റി എടുക്കാം. ഇത് ടൊമാറ്റോ റൈസാണ് കേട്ടോ, മറ്റേത് പൊട്ടറ്റോ ചിക്കൻ റൈസാണ്, ഇത് ടൊമാറ്റോ റൈസാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ ആണ് കൂടുതലായിട്ട് വേണ്ടത്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് 3ഉം കൂടി നന്നായി ചതുക്കി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ആ പച്ച സ്മെല്ലൊക്കെ പോകുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ എണ്ണയിൽ കിടത്തിയിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ടൊമാറ്റോ ആണ്. അപ്പോൾ ഞാൻ 1 കപ്പോളം ടൊമാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ നല്ലൊരു പുളിയൊക്കെ ഉണ്ടാവും ഈ റൈസിന്. അപ്പോൾ ടൊമാറ്റോ ആണ് മെയിനായിട്ട് വേണ്ടത്. ടൊമാറ്റോ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മറ്റേതൊക്കെ ഓയിലാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, കാരണം ഇതിൻ്റെ റൈസ് മഞ്ഞ കളറാണ് ഉണ്ടാവുക. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 4 കപ്പോളം റൈസ്, നമ്മൾ ഒരു 4 കപ്പോളം റൈസ്, അതായത് നമുക്കൊരു ഒരു കുട്ടിക്കും ഒരു വലിയൊരാൾക്കും കഴിക്കാവുന്ന റൈസാണത്. ഞാനിവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന റൈസാണ്, അതാണ് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയത്. എനിക്കിഷ്ടമാണ് കേട്ടോ, ഈ ടൊമാറ്റോ റൈസ് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ റൈസും ഇഷ്ടമാണ്, പക്ഷേ ടൊമാറ്റോ റൈസ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ മക്കൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് 4 റൈസ് ഉണ്ടാക്കി കൊടുത്താലും മക്കളൊക്കെ ഭക്ഷണം കഴിച്ചോളും. അപ്പം ഈ വീഡിയോസ് ഇതുവരെ ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണം.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് എനിക്ക് അറിയിക്കണം, ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.